വെറൈറ്റി ആയിട്ട് നിർമ്മിച്ച മറ്റൊരു വീടിന്റെ കാഴ്ചകളാണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഓരോ വീടും നമുക്ക് വ്യത്യസ്തമായ കാഴ്ചകളാണ് സമ്മാനിക്കുന്നത്. അത്തരത്തിൽ മനോഹരമായിട്ട് ഇന്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ ചെയ്ത അടിപൊളി വീടാണ് കേട്ടോ ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2380 സ്ക്വയർ ഫീറ്റിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടുള്ളത് മലപ്പുറം ജില്ലയിലെ അട്ടത്തോട് റഹ്മത്ത് നഗറിലുള്ള ഹുസ്ന സലീം ദമ്പതികളുടെ വീടാണ് കേട്ടോ. 2380 സ്ക്വയർ ഫീറ്റിൽ 8 സെന്റിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ടോട്ടൽ പ്ലോട്ട് വരുന്നത് 17 സെന്റാണ് കേട്ടോ. വീടിന്റെ കൂടുതൽ കാഴ്ചകളൊക്കെ ഒന്ന് നമുക്ക് കണ്ടു നോക്കാം. ലാൻഡ്സ്കേപ്പിംഗ് ആന്ധ്ര സ്റ്റോൺ ആണ് നൽകിയിരിക്കുന്നത്. അതിനിടയിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. സ്ക്വയർ ഫീറ്റിനൊരു 41 രൂപയാണ് ഇതിന് വരുന്നത്. ഇവിടെ നിന്ന് ഫ്രണ്ട് എലിവേഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ഫുൾ ഒരു ഫ്ലാറ്റ് റൂഫ് ഡിസൈൻ ആണ് കേട്ടോ നൽകിയിരിക്കുന്നത്. ഷോവാളുകൾ നൽകിയിട്ടുണ്ട്. അതുപോലെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഗ്ലാഡിംഗ് സ്റ്റോൺ വർക്ക് നൽകിയിട്ടുണ്ട്. കൂടാതെ തന്നെ നമുക്ക് വുഡിൽ CNC കട്ടിംഗ് വർക്കും കൂടി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം കൂടി വീടിന്റെ ഒരു ഫ്രണ്ട് പോർഷൻ നല്ല ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇനിതാ ഈ ഒരു പോർച്ചിന്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നല്ല രീതിയിൽ അത്യാവശ്യം വലുപ്പമുള്ള ഒരു പോർഷനാണ് കൊടുത്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിനെ ഹൈലൈറ്റ് ചെയ്യുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു നാച്ചുറൽ പ്ലാന്റ്സും അതുപോലെ ആ വാളിൽ കൊടുത്തിരിക്കുന്ന ഡിസൈനുമാണ്. നമ്മൾ കയറുമ്പോൾ സ്റ്റെപ്പിലൊക്കെ ലെപ്പോത്ര ഗ്രാനൈറ്റ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സിറ്റ് ഔട്ടിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വാളിൽ കൊടുത്തിരിക്കുന്ന വുഡിൽ വരുന്ന ഡിസൈനാണ്. മൾട്ടി വുഡിൽ വെനീർ നൽകിയിട്ടുള്ളതാണ് കേട്ടോ. കയറി കഴിഞ്ഞാൽ നമുക്ക് 520 ലെങ്ത്തിൽ അതുപോലെ 160 വിഡ്ത്തിലാണ്, നീളം വീതിയിലാണ് സിറ്റ് ഔട്ട് നൽകിയിരിക്കുന്നത്. ഇരിക്കാൻ വേണ്ടി ചെയറുകൾ വുഡിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ നമുക്ക് സിറ്റിംഗ് വരുന്നുണ്ട്. ചുറ്റിലും ഇരിക്കാൻ വുഡിൽ സിറ്റിങ്ങും കൊടുത്തിട്ടുണ്ട്. അതിന്റെ താഴെ ഭാഗം ഷൂറാക്ക് സൗകര്യമാണ് നൽകിയിരിക്കുന്നത്. നല്ല ഐഡിയാസ് ആണ്. ഇപ്പോൾ ഒരുവിധം വീടുകളിലൊക്കെ കണ്ടുവരുന്നുണ്ട് ഈ ഒരു കാര്യം. സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഷൂറാക്കുകൾ ചെയ്യുന്നതിനേക്കാൾ നമുക്കിതാ ഇതുപോലെ വീട് എടുക്കുന്ന സമയത്ത് ചെയ്തെടുക്കാൻ ശ്രദ്ധിച്ചാൽ മതി. നല്ല കാര്യമാണ് കേട്ടോ. ഇനി നമുക്ക് ഇവിടുത്തെ അകത്തെ കാഴ്ചകൾ കണ്ടോക്കട്ടോ. ഡോറ് വന്നിരിക്കുന്ന ടീക്കുഡിലാണ്. 2 സൈഡിലും കടക്കുന്ന ഭാഗത്ത് ചെടികളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കയറി കഴിഞ്ഞാൽ ഒരു ഫോയർ സ്പേസിലോട്ടാണ്. ഈ സീലിംഗ് എങ്ങനെ മേക്ക് ചെയ്തെടുക്കുന്നതൊക്കെ നമ്മൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോകളൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ ലിവിങ്ങിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ പാനലിംഗ് നൽകിയിട്ട് അതിൽ LED ലൈറ്റുകൾ നൽകിയിട്ടാണ് എൻട്രിങ് വരുന്നത്. നമ്മൾ കടന്നു കഴിഞ്ഞാൽ നല്ലൊരു ടീ ടേബിളും അതുപോലെ സെറ്റിയും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഡൈനിങ്ങിനെ ആ ഒരു ലിവിങ്ങിനെയും തിരിക്കാൻ വേണ്ടിയിട്ട് നൽകിയിട്ടുള്ള പാർട്ടീഷനാണിത്. ഒരുപാട് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ അതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. മൾട്ടിവുഡിൽ വെനീർ ഒട്ടിച്ചിട്ടുള്ളതാണ്. ഡബിൾ ഹൈറ്റിലാണ് ഈ ഒരു ഏരിയ ചെയ്തിരിക്കുന്നത്. അവിടെ സീലിംഗ് നോക്കുമ്പോൾ നമുക്ക് നല്ല ഡിഫറെന്റ് കളേഴ്സിൽ മാറുന്ന നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കാഴ്ചകൾ നമ്മൾ മുകളിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നല്ല സീലിംഗ് ആണ്. നിങ്ങൾ വീടൊക്കെ എടുക്കുന്നവരാണെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളൂ. LED ലൈറ്റുകളൊക്കെ കൊടുത്ത് നല്ല ഭംഗിയിലാണത് ചെയ്തെടുത്തിരിക്കുന്നത്. ഇവിടുന്ന് നമ്മൾ ഡൈനിങ് സ്പേസിലോട്ടാണ് വരുന്നത്. 450 520 സൈസിലാണ് ഇത് നൽകിയിരിക്കുന്നത്. ഇവിടെ 8 സിറ്ററോട് കൂടിയിട്ടുള്ള ചെയേഴ്സും ടേബിളും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മുകളിൽ മിൽക്കിയിൽ ഡിസൈനിൽ വരുന്ന ഗ്ലാസ് ആണ് നൽകിയിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഈ ഒരു വാളിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ വാൾപേപ്പർ ഡിസൈൻ നൽകിയിട്ടുണ്ട്. കാറ്റും വെളിച്ചമൊക്കെ വെന്റിലേഷനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് വലിയ വിൻഡോ തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് ഈ ഒരു ഏരിയ കാണാൻ വേണ്ടിയിട്ട്. വാഷിംഗ് യൂണിറ്റ് ആണെങ്കിൽ ഇതാ ഈ ഒരു കോർണർ സ്പേസിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിനോട് അടുത്ത് തന്നെ നമ്മൾ ഡൈനിങ് സ്പേസിനോട് ചേർന്ന് തന്നെ ഈ ഒരു ഭാഗത്താണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എളുപ്പത്തിന് നമുക്ക് നല്ല തന്നെയാണ്. പക്ഷെ ചിലർ അതിന് നെഗറ്റീവും പറയുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് കൈ കഴുകുന്ന സമയത്ത് അത് ഭക്ഷണം കഴിക്കുന്നവർക്കൊരു ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നുണ്ട്. അത് ഓരോരുത്തരും ഇഷ്ടം പോലെ ചെയ്യാം. നമുക്ക് ഇവിടെ നല്ല ഭംഗിയിൽ തന്നെയാണ് വാഷിംഗ് യൂണിറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ വീടെടുക്കുന്നവർ എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടി ഒരു കുഞ്ഞ് ഐഡിയാസ് കാണിച്ചു തരട്ടോ. ഒരുപാട് ഡിഫറെന്റ് ടൈപ്പിൽ നമുക്കിത് സെറ്റ് ചെയ്യാം. പക്ഷേ ഇവിടെ ചെയ്തിരിക്കുന്ന രീതി എങ്ങനെയാണെന്ന് കണ്ടുനോക്കാം. നമുക്ക് ഇവിടുന്ന് കിച്ചണിലേക്ക് ഒരു ഓപ്പൺ ആക്സസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇവിടെ ഫുള്ളായിട്ട് ക്ലോസ്ഡ് ആയിട്ടാണ് കിടക്കുന്നത്. ഇതുപോലെ നീക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതാ അവിടെ കോക്കറി ഷെൽഫിന്റെ ഒരു വിൻഡോ വരുന്നുണ്ട്. അതുകൂടി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കിച്ചണിലേക്കുള്ള ഓപ്പൺ ആക്സസ് ആണ് കേട്ടോ. നമുക്ക് വേഗം ഫുഡൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് നൽകിയിരിക്കുന്നത്. നല്ലൊരു ഐഡിയാസ് ആണ്. നിങ്ങൾ കണ്ടുനോക്കുക. വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീട് സംബന്ധമായ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എളുപ്പമെത്താൻ വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോകുന്നോളൂ കേട്ടോ. ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ സീലിംഗ് ഒക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ് അവിടെ ഡബിൾ ഹൈറ്റിലാണ് വരുന്നത്. അവിടെ നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മുകളിൽ കയറി കഴിഞ്ഞാൽ അതിന്റെ ഭംഗി കാണാൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം.
അതിനു മുമ്പ് നമുക്ക് ഇവിടുത്തെ ബെഡ്റൂംസ് ഒക്കെ ഒന്ന് കാണാം. താഴെ ഈ ഒരു ഭാഗത്ത് ഒരു പാസേജ് വരുന്നുണ്ട്. ആ ഒരു ഭാഗം വാളൊക്കെ ഫുള്ള് ഒന്ന് വാൾപേപ്പർ ഡിസൈൻ നൽകിയിട്ട് നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ. ലെഫ്റ്റ് സൈഡിൽ ഒരു ബെഡ്റൂം വരുന്നുണ്ട്. റൈറ്റിൽ ഇവിടെ നല്ല സീലിങ്ങോട് കൂടിയിട്ട് നമുക്ക് ഇവിടെ ഒരു പ്രയർ റൂമും അതുപോലെ സ്റ്റഡി ഏരിയയും കൂടിയാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ വാളൊക്കെ വലിയ വിൻഡോകൾ നൽകിയിട്ടുണ്ട്. ഒരു സൈഡിൽ വലിയ വിൻഡോ കൊടുത്തിട്ടുണ്ട്, അതേപോലെ സിംഗിൾ വിൻഡോകൾ, അതിന് സെന്റർ പോർഷനിൽ ഗ്ലാസ് നൽകിയിട്ടുണ്ട് കേട്ടോ. താഴെയൊക്കെ നോക്കുകയാണെങ്കിൽ സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലായിട്ടാണ് സ്റ്റഡി ഏരിയ വരുന്നത്. അങ്ങനെ നല്ലൊരു അറേഞ്ച്മെന്റ്സ് ആണ് കേട്ടോ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടുന്ന് നമ്മളിങ്ങനെ വന്നു കഴിഞ്ഞാൽ നേരത്തെ പോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു പാസേജ് വരുന്നുണ്ട്. അതിന്റെ റൈറ്റ് സൈഡിൽ കിച്ചണും ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ബെഡ്റൂമാണ് വരുന്നത്. ഇതാണ് കേട്ടോ ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം. നല്ല ജിപ്സം സീലിങ്ങോട് കൂടി മനോഹരമായിട്ടുള്ള രീതിയിൽ ഈ ഒരു ബെഡ്റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 420 360 സൈസിലാണ് ചെയ്തിരിക്കുന്നത്. ഹെഡ് വാൾ ആണെങ്കിലൊക്കെ വാൾപേപ്പർ ഡിസൈൻ നൽകിയിട്ട് ഭംഗിയായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടുന്ന് ഈ ഒരു സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നല്ല രീതിയിലൊരു മേക്കപ്പ് യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നൽകിയിരിക്കുന്ന ടോയ്ലറ്റ് ആണ് കേട്ടോ. ഇനി നമുക്ക് സെക്കൻഡ് ബെഡ്റൂം കാണാം. നല്ല സീലിങ്ങോട് കൂടി ജിപ്സൺ സീലിങ്ങോട് കൂടിയിട്ട് മനോഹരമായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു ബെഡ്റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 380 340 സൈസിലാണ് കേട്ടോ. കോട്ടിന്റെ ഹെഡ് വാളൊക്കെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെയും വാൾപേപ്പർ ഡിസൈന് നല്ല ഭംഗിയാക്കിയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലൊരു വാർഡ്രോബും അവിടെ നൽകിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. സ്റ്റെയറിന്റെ ഈ ഒരു ഭാഗം നമുക്ക് മുകളിൽ കയറി കഴിഞ്ഞാൽ കാണിച്ചു തരട്ടാ. ഇവിടെ ഹാൻഡ് റെയിൽ വന്നിരിക്കുന്ന വുഡൻ ഗ്ലാസ്സിലാണ്. ഗ്ലാസ് ടഫൻ ഗ്ലാസ് ആണ് കേട്ടോ നൽകിയിരിക്കുന്നത്. എപ്പോഴും സ്റ്റെയർ ചെയ്യുമ്പോൾ ടഫൻ ഗ്ലാസ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. സേഫ്റ്റിക്ക് കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് അത് പറയുന്നത് കേട്ടോ. സ്റ്റെപ്പൊക്കെ ഇവിടെ വന്നിരിക്കുന്ന വുഡിൽ തന്നെയാണ്. അതിന്റെ താഴെയൊക്കെ നല്ല കുഞ്ഞു ലൈറ്റുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിങ്ങനെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴേക്കുള്ള ഒരു വ്യൂ ആണ് ഇതിട്ടാ. ഇവിടുന്ന് നമ്മളിതാ വന്നു കഴിയുമ്പോൾ താഴെ നമ്മൾ കണ്ട ഒരു ഭാഗമാണ് സീലിംഗ് നോക്കിയാൽ നിങ്ങൾ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. CNC വർക്കൊക്കെയാണ് അവിടെ നൽകിയിട്ടുള്ളത്. നല്ലൊരു ഫാൻസി ലൈറ്റ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് കാറ്റും വെളിച്ചത്തിനാണെങ്കിൽ അവിടെ പെറഗോള ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ 2 സിംഗിൾ വിൻഡോകളൊക്കെ ഈ ഒരു ഭാഗത്തേക്ക് വെളിച്ചത്തിനൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് സ്റ്റെയറിന്റെ ഒരു കാഴ്ച എന്ന് പറയുന്നത്. ഇനി ഇവിടുന്ന് നമ്മൾ വന്നു കഴിഞ്ഞാൽ താഴെ നമ്മൾ ആ ഒരു ലിവിങ്ങിലേക്കുള്ള ഒരു കാഴ്ച കാണിച്ചാൽ അവിടെ നൽകിയിരിക്കുന്ന സീലിംഗ് ആണ് ഇതിട്ടാ. ഇവിടെ 2 സെറ്റുമൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. താഴേന്ന് നമ്മൾ കണ്ട ഒരു ഡബിൾ ഹൈറ്റിൽ വരുന്ന ആ ഒരു ഏരിയ ആണിത്. നല്ലൊരു ഡിഫറെന്റ് കളേഴ്സിൽ വരുന്ന ഒരു ലൈറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. വീടൊക്കെ എടുക്കാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ ഈ ഒരു ഡിസൈൻ നോക്കി വെച്ചോളൂ. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ടാ. സീലിംഗ് ആണെങ്കിലും നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്.
ഇനി ഇവിടുന്ന് നമ്മൾ ഇവിടെ 2 ബെഡ്റൂമും അതുപോലെ ബാൽക്കണിയും താഴെ കിച്ചണിലെ കാഴ്ചയൊക്കെ കാണാനുണ്ട്. ഇതാ നമുക്ക് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് ഇതാണ്. വളരെ സിമ്പിളായിട്ടാണ് ഈ ഒരു ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. ഇതിലൊരു ടോയ്ലറ്റും വരുന്നുണ്ട്, അതൊക്കെ ഒന്ന് കണ്ടു നോക്കൂട്ടോ. നെക്സ്റ്റ് ഇവിടെ ഒരു ബെഡ്റൂം കൂടി നമുക്ക് കാണാനുണ്ട്. ഇതാണ് സെക്കൻഡ് ബെഡ്റൂം വരുന്നത്. സെയിം അറേഞ്ച്മെന്റ്സ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിൾ ലുക്കിൽ തന്നെയാണ് ഇതും കൊടുത്തിരിക്കുന്നത്. ടോയ്ലറ്റ് കൂടി വന്നിട്ടുണ്ട്, നിങ്ങൾ അതുകൂടി ഒന്ന് കണ്ടു നോക്കൂട്ടാ. ഇനി നമുക്ക് ബാൽക്കണിയുടെ കാഴ്ചകളാണ്. ബാൽക്കണിയിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിതാ ടെറസിൻ്റെ ഏരിയ ആണെങ്കിലും നല്ല രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ഭാഗത്ത് ഉട്ടച്ചിൽ വരുന്ന ടൈലാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. നമുക്ക് താഴെ കിച്ചണിലേക്കാണ് പോകാനുള്ളത്. കിച്ചണിൽ വന്നു കഴിഞ്ഞാൽ വുഡൻ ഗ്ലാസ്സിലാണ് ഡോർ നൽകിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള കിച്ചണാണ്, ഒരൊറ്റ കിച്ചണാണ്. വിറകടുപ്പും സ്റ്റൗവും ഫ്രിഡ്ജ് എല്ലാം ഈ ഒരു കിച്ചണിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ചെറിയൊരു സെപ്പറേഷൻ കൊടുത്തുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. സീലിംഗ് ആണെങ്കിൽ നല്ല രീതിയിൽ ചെയ്തിട്ടാണ് ഈ ഒരു കിച്ചൺ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ 4 ചെയറോട് കൂടിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ വാളിലൊക്കെ കണ്ടോ ഫുള്ള് വൈറ്റ് ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കണ്ടോ നിങ്ങൾ, ഫുള്ളായിട്ട് ഓപ്പൺ ആയിട്ട് ഒരു ബാർ കൗണ്ടർ നൽകിയിട്ടുണ്ട്. അതുപോലെ ദാ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ GL സ്ക്വയർ പൈപ്പ് കൊടുത്തിട്ടാണ് ഇവിടെ മുകളിൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. താഴെ വിറകടുപ്പൊക്കെ കണ്ടോ നല്ല നീറ്റായിട്ട് ക്ലോസ്ഡ് ആയിട്ടാണ് താഴൊക്കെ ചെയ്തിട്ടുള്ളത്. അതിനോട് ചേർന്ന് തന്നെയാണ് സ്റ്റൗ വന്നിരിക്കുന്നത്. ഓപ്പൺ സ്റ്റോറേജുകളൊക്കെ നൽകിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ദാ സിങ്കിന്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഡബിൾ സിങ്ക് ആണ്, സ്റ്റാൻഡോട് കൂടിയിട്ടുള്ളതാണ്. അത് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സിങ്കുകൾ നമുക്ക് കിട്ടും. നമ്മുടെ ഇഷ്ടത്തിനും ബഡ്ജറ്റിനൊക്കെ അനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ചെയ്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചതാ. മുകളിൽ കണ്ടോ നിങ്ങൾ, അവിടെ ക്ലോസ്ഡ് ആയിട്ടുള്ള കബോർഡാണ് കൊടുത്തിരിക്കുന്നത്. ക്ലോസ് ആയിട്ട് ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. പക്ഷെ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സ്റ്റാൻഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് താഴെ ഇതേപോലെ ഒരു ട്രേ ഒക്കെ കൊടുക്കുന്നത് നല്ലതാണ്. കാരണം നമ്മൾ പാത്രങ്ങൾ കഴുകി വെക്കുന്ന സമയത്ത് കബോർഡിനൊന്നും കേടുപാട് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എളുപ്പം നമുക്കിതാ ആ ഒരു ട്രേയിലേക്കാണ് ആ വെള്ളം വീഴുക. ആ വെള്ളം നമുക്ക് ഇതേപോലെ എടുത്ത് സിങ്കിലേക്ക് ഒഴിച്ച് നമുക്ക് തിരിച്ചു വെക്കാൻ പറ്റുന്ന രീതിയിലാണ് നൽകിയിരിക്കുന്നത്. നല്ലൊരു കാര്യമാണ്, നല്ലൊരു ഐഡിയാസാണ്, നോക്കി വെച്ചോളൂ. അതുപോലെ തന്നെ ദാ സിങ്കിൻ്റെ ഭാഗത്ത് നമുക്ക് വേസ്റ്റ് എല്ലാം കൊണ്ടിടാൻ ഇതേപോലെ ഒരു അറേഞ്ച്മെൻറ്റ്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഐഡിയാസാണ്. കബോർഡിനെല്ലാം ആകുമ്പോൾ നമുക്കത് പെട്ടെന്ന് എടുത്തറിയില്ല, നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ കഴിയും ചെയ്യട്ടാ. പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഹാങ്ങിങ്ങൾ വെക്കുന്നത് നല്ലതാണ്. കബോർഡിനുള്ളിലാവുമ്പോൾ ഒന്നുകൂടെ വൃത്തിയിൽ നമുക്ക് കിട്ടുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു കബോർഡുകളൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കട്ടാ. ഇവിടെ ഒരുപാട് ക്ലോസ്ഡ് ആയിട്ടുള്ളയും ഓപ്പൺ ആയിട്ടുള്ള കബോർഡുകളൊക്കെ ചെയ്തിട്ടുണ്ട്.
ഈ ഒരു ഭാഗത്തൊരു കോക്കറി ഷെൽഫ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇനി നമുക്കിതാ ഇവിടെ ഒളിഞ്ഞിരിക്കുന്ന ഒരു ഐഡിയാസ് ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ട്. അത് എങ്ങനെയാണെന്ന് ഇവിടെ ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം. ഈ ഒരു ഭാഗത്ത് കണ്ടോ ഒരു കോക്കറി ഷെൽഫ്. അത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ ഡൈനിങ്ങിലേക്കുള്ള ഒരു ഓപ്പൺ ആക്സസ് ആണ് കേട്ടോ. ഇവിടുന്ന് കിച്ചണിൽ നിന്നുള്ളൊരു വേഗം എളുപ്പത്തിനുള്ള ഒരു ഓപ്പൺ ആക്സസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് ഈ ഒരു രീതിയിലാണ് ക്ലോസ് ചെയ്തിടുന്നതും. അതാണ് ഈ ഒരു കിച്ചണിലെ കാര്യങ്ങൾ. ഇനി ഇതുപോലുള്ള വീട് സംബന്ധമായ വിശേഷങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തത് നെക്സ്റ്റ് ഒരു കിഡിലും വീടിൻ്റെ ഹോം ടൂർ ആയിട്ടാണ് നമ്മൾ വരുന്നത്. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ.